അതുകൂടാതെ വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ, ഇവിടുത്തെ ഓരോ വീടിനും ഒരൊറ്റ ടാങ്ക് പോലും ഇല്ല കേട്ടോ. വേസ്റ്റ് ടാങ്ക്, സെപ്റ്റി ടാങ്ക് അങ്ങനെയുള്ള ഒരു സാധനം ഓരോ വീടിനും ഇല്ല കേട്ടോ. അതൊക്കെ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയങ്ങൾ. ഒരു വീടിൻ്റെ മുകളിൽ കയറി ഇതവിടെ ഫുള്ള് ലീക്ക് പ്രൂഫൊക്കെ കടിച്ച് അത് കാണാൻ വേണ്ടി കയറുമ്പോഴാണ് വേണ്ട സോളാർ. ഓരോ വീടിനും സോളാറുണ്ട് കേട്ടോ അവിടെ. അടിപൊളി. അപ്പോൾ ഇവിടുത്തെ കറണ്ടിനൊന്നും ഒരു വിഷയം ഉണ്ടാവില്ല. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയനാട് കൽപ്പറ്റ ടൗൺഷിപ്പ് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്കായി കേരള സർക്കാർ നിർമ്മിച്ചു നൽകുന്ന 410 വീടുകളിൽ 178 വീടിൻ്റെ വർക്ക് അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാ വീടിൻ്റെ വർക്കും ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പല വീടുകളും ഫിനിഷിങ് ഫൈനൽ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 178 വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 25-ാം തീയതി താക്കോൽ ദാനം നടക്കാൻ പോകട്ടോ. താക്കോൽ ദാനം, അതിൽ ആളുകൾ താമസമാക്കുന്നില്ല. വർക്കിനെയും കുറച്ചുകൂടിയൊക്കെ കഴിയാനുണ്ട്. 178 വീടിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടാണോ അതല്ല കഴിയുന്നതിനനുസരിച്ച് ആളുകൾ താമസമാവില്ല. അങ്ങനെ ആവാൻ വളരെ സാധ്യത കുറവാണ്. താമസക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ബൗണ്ടറിൻ്റെ വർക്കുകളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നു കേട്ടോ. കരികല്ലുകെട്ടൊക്കെ നടക്കുന്നുണ്ട്. താമസക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഈ റോഡ് പണികളൊക്കെ നടക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏതായാലും 178 വീട് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ മൊത്തം, ആ ഏരിയ ഓൾ റൗണ്ടുള്ള മൊത്തം വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും താമസിക്കാൻ കൊടുക്കട്ടോ. എല്ലാ വീടിൻ്റെ വർക്കും തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് പ്ലംബിംഗ് ജോലികൾ നടക്കുന്നു. അപ്പുറത്തെ വീടിൻ്റെ പ്ലംബിംഗ് ജോലി നടക്കുന്നു. പിന്നെതാ ഇവിടെ ഓട് മേയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓടൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബൗണ്ടറിൻ്റെ വർക്ക് അവിടെ നടക്കുന്നു. ബോർഡറൊക്കെ വെക്കുന്നുണ്ട്. ഈ ഭാഗത്തുള്ള വീടിൻ്റെ ബൗണ്ടറി തേക്കുന്ന ജോലികൾ നടക്കുന്നു. അടിപൊളി. എങ്ങോട്ട് തിരിഞ്ഞാലും ജോലിക്കാരാണ്. ഈ ജോലിക്കാരൊക്കെ മാനേജ് ചെയ്ത് കൊണ്ട് നടക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. ഓരോ വീടും എല്ലാവരുടെ കണ്ണിലും പെടല്ലേ വർക്കിൻ്റെ വർക്ക് എങ്ങനെയൊക്കെ നടക്കുന്നത്. ജോലിക്കാർ ഏകദേശം അപ്ഡേഷനൊക്കെ എത്ര ആയി എന്നുള്ളതൊക്കെ അതവിടെ തേപ്പ് ഉഷാറായിട്ട് നടക്കുന്നു. കുറേ ആളുകൾ തേക്കാണ്ട് കേട്ടോ. 1 2 3 4 5 വരി കേട്ടോ. മുകളിൽ മാലൊക്കെ വെച്ച് ബോർഡർ വെക്കാനുള്ള സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. 5 വരി ബ്രിക്കാട്ടോ. വലിയ ജയിലിൻ്റെ മതിൽ പോലെ ഒന്നുമല്ല. 5 വരി മീഡിയം ഹൈറ്റ്. ഇവിടെ ബൗണ്ടറി തേപ്പൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. കരിങ്കല്ലിൻ്റെ മുകളിൽ കണക്കായിട്ട് പ്ലാസ്റ്ററിങ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. കരിങ്കല്ലിൻ്റെ മുകളിൽ അവിടെ ചിലപ്പോൾ പോയിൻ്റ് ചെയ്യാനുള്ളതായിരിക്കും. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് എല്ലാ ഭാഗത്തേക്കും ഓരോരോ വീടുകളിലേക്കും റോഡാട്ടോ. ഏതായാലും ആ റോഡിനൊക്കെ ഡ്രെയിനേജുകളും ചിന്തിക്കാൻ പറ്റുമോ. 178 വീടിൻ്റെ താക്കോൽ ദാന ചടങ്ങ് നാളെ നടക്കാൻ പോവാണ്, 25-ാം തീയതി. അതിനുള്ള സ്റ്റേജ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റപ്പായിട്ടുണ്ട്. വലിയ സ്റ്റേജ് തന്നെ കേട്ടോ. ഒരുപാട് സീറ്റുകൾ, ചെയറുകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഏതായാലും ഒരു വലിയൊരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. 178 വീട് തന്നിട്ടുണ്ടെങ്കിൽ 178 കുടുംബങ്ങൾ വരില്ലേ, അവർക്ക് താക്കോൽ കൈമാറുന്ന ചടങ്ങ് ഇവിടെ നടക്കുന്നു. വർക്കുകൾ ഇനിയും പൂർത്തിയാവാണ്ട് കേട്ടോ. ഏതായാലും വീട് താമസമാക്കാൻ ഏതായാലും കഴിയില്ല. അത് വർക്ക് പൂർത്തിയാവാതെ ചിലപ്പം ഇനിയും 1-2 മാസങ്ങൾ എടുക്കുമായിരിക്കും. ഒരു 3/4 ഭാഗം വീടിൻ്റെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 ആഴ്ച കൊണ്ട് ബാക്കിയുള്ള വർക്കുകളൊക്കെ വീടുകളുടെ കൈവശം. ഇവിടെ ബാക്കിയുള്ള പണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ടാറിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ആളുകൾ താമസമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റോഡിൻ്റെ പണികളൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീട് കൊടുക്കാൻ തോന്നുന്നു. കറക്റ്റ് അറിയില്ല കേട്ടോ. അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താളേ. അത് ഇവരോട് ചോദിച്ചിട്ടും ഒക്കെ മലയാളി എഞ്ചിനീയർമാരുണ്ട്, അവർക്കും കറക്റ്റ് അറിയില്ല സർക്കാർ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. വർക്ക് ഏകദേശം പൂർത്തിയാവാനായിട്ടുണ്ട്, അവർക്കും അറിയാം. വീടുകളുടെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയാവാനായിട്ടുണ്ട്. എഞ്ചിനീയർമാരും ഇത് മാനേജ് ചെയ്യുന്ന ആളുകളെ, അതായത് ഓഫീസർമാർ, എഞ്ചിനീയർമാരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇവിടെ ഈ ഓട് ഏത് കമ്പനിക്കാണ് ഓർഡർ കിട്ടിയത്? ഏതായാലും ODC ഓർഡർ കിട്ടിയ ഓട്ട് കമ്പനി ഉഷാറായിട്ട് വർക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ ഓട് വർക്കിൻ്റെ കമ്പനികളൊക്കെ കുറേയൊക്കെ ഇങ്ങനെ അടിച്ചു പൂട്ടുന്നതിലേക്കല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ പോർച്ച്, അതായത് സിറ്റ് ഔട്ടിൻ്റെ മേൽക്കൂര ഗ്രിൽസിൻ്റെ ഓടിട്ട വർക്കാണ്. അതിൻ്റെ അടിയിൽ പ്ലെയിൻ ഓട് നിരത്തിയിട്ട് അതിൻ്റെ മുകളാട്ടോ നല്ല ഓടും മൂലോടൊക്കെ വരുന്നത്. ഇവിടെ മൊത്തത്തിൽ കൊണ്ടിറക്കി വെച്ചിട്ട് പിന്നെ ഓരോ വീടുകളിലേക്ക് ഇവിടുന്ന് അവരുടെ വണ്ടിയിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. വലിയ ലോറിയിൽ ഇവിടെ വന്ന് ഇറക്കും. പിന്നെ ഒരാളുകളുടെ സ്വന്തം വണ്ടികളിൽ ഓരോ വീടുകൾക്ക് ആവശ്യമായ സാധനങ്ങൾ അവിടെ തൊട്ടടുത്ത് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഓടിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ വീടിൻ്റെ ചെറിയ ഭാഗം ഒന്ന് ഓടിടാണ് കേട്ടോ. അത്രയേ ഉള്ളൂ ആ ഒരു വീടല്ല. ഇനി ബാക്കിയുള്ള വീടുകളൊക്കെ കുറേ ഉണ്ട്. എല്ലാ വീടുകളും കാണിക്കാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ചിലപ്പോൾ നടന്ന സ്ഥലം വീണ്ടും അതിലെ തന്നെ വരുമോ എന്നുള്ള അത്രയ്ക്ക് വൈകളാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയായിട്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് കൂടെ ഹെവി ലൈന് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ മുകളിൽ കയറി കേട്ടോ. വർക്ക് ഫുള്ള് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ മുകളിൽ കയറി. ഇതിവിടെ ഫുള്ള് ലീക്ക് പ്രൂഫൊക്കെ കടിച്ച് അത് കാണാൻ വേണ്ടി കയറുമ്പോഴാണ് വേണ്ട സോളാർ. ഓരോ വീടിനും സോളാറുണ്ട് കേട്ടോ അവിടെ. അടിപൊളി. അപ്പോൾ ഇവിടുത്തെ കറണ്ടിനൊന്നും ഒരു വിഷയം ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ വീടിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച. പേർപ്പറ്റൊക്കെ നല്ല ഹൈറ്റിലാണ് ചെയ്ത് വെച്ചത്. മുൻഭാഗം മുൻഭാഗത്തെ പേർപ്പറ്റിന് ആ സ്ലാബ് ഡിസൈൻ സ്ലാബിന് വേണ്ടിയിട്ട് ഒരു 1.5 വരി എക്സ്ട്രാ ഉണ്ട്. സാധാ പേർപ്പറ്റ് 4 വരി. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു 1.5 മാസം കൊണ്ട് ഇത് മൊത്തത്തിൽ ഫിനിഷ് ആവുന്നൊരു കാഴ്ചയാണ് എനിക്കിപ്പോൾ കണ്ടിട്ട് തോന്നുന്നത്. റോഡിൻ്റെ വർക്കുകളടക്കം അങ്ങനെയാണ് തോന്നുന്നത്. അടിയിൽ ഇങ്ങനെ നോക്കിയതാട്ടോ ഞാൻ. ഈ സംഭവം അടിയിൽ നല്ലൊരു ലീക്ക് പ്രൂഫ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു റഫ് ഉണ്ട് കേട്ടോ. ലീക്ക് പ്രൂഫിന് വേണ്ട ആ റഫിൻ്റെ മുകളിൽ വേണ്ട മാലൊക്കെ വെച്ചിട്ട് ഇനി പ്ലാസ്റ്ററിങ് ചെയ്യാണ്ട് ഇതിൻ്റെ മുകളിൽ സൂപ്പർ ഡൂപ്പർ വർക്കാണ്. ഇനി പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ എന്തായാലും ലീക്ക് പ്രൂഫ് വേറെ ഉണ്ടാവും. ഒരു ലീക്ക് പ്രൂഫ് വൈറ്റ് പെയിൻറ്റ്, ടാം പ്രൂഫോ ബിർളൻ്റെ ഏതെങ്കിലുമൊക്കെ നല്ലൊരു പെയിൻറ്റ് ഉണ്ടാവും, വൈറ്റ് പെയിൻറ്റ്. അതടിക്കാതെ തേപ്പിൻ്റെ ഉള്ളിൽ എന്തായാലും വെള്ളം കുടിക്കുമല്ലോ. അപ്പോൾ 2 സെക്ഷനായിട്ട് ലീക്ക് പ്രൂഫ് അടിക്കുന്നുണ്ട് കേട്ടോ അവർ. അതുകൂടാതെ വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ ഓരോ വീടിനും ഒരൊറ്റ ടാങ്ക് പോലും ഇല്ല കേട്ടോ. വേസ്റ്റ് ടാങ്ക്, സെപ്റ്റി ടാങ്ക് അങ്ങനെയുള്ളൊരു സാധനം ഓരോ വീടിനും ഇല്ല കേട്ടോ. അതൊക്കെ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയങ്ങൾ ഞാൻ ആ ടാങ്ക് കാണിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തരാം. ഒക്കെ ഡ്രെയിനേജിൽ കൂടി അങ്ങോട്ട് പോകട്ടെ ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ലെയറായിട്ട് വീടായതുകൊണ്ട് താഴെ താമസിക്കുന്നവർക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടാകുന്നു മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ സൺഷെയ്ഡ് ഉണ്ടല്ലോ ഒരു 6 അടിയുള്ള ആൾക്കാർ തല തട്ടുട്ടോ. നമ്മളെ നാട്ടിലുള്ള മുഷരീഫൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തല തട്ട് ഉറപ്പാണ്. അപ്പം ഇവിടെ എവിടെയും ടാങ്കൊന്നുമില്ല. സംഭവം മെയിൻ ഹോളുണ്ട് ഇവിടെ മൊത്തത്തിൽ. മെയിൻ ഹോളുകൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഫുള്ള് ഡ്രെയിനേജിൽ കൂടി അതൊക്കെ തന്നെയാണ് ടൈം പിടിക്കുക. ഞാൻ ആ ടാങ്കിൻ്റെ അടുത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാട്ടോ കംപ്ലീറ്റ്ലി ഏകദേശം 99 വീടുകൾക്കുള്ള സെപ്റ്റി ടാങ്ക്. അതായത് ഈ ഒരു ഏരിയയിൽ 300ഓളം വീടുകൾ വരുന്നുണ്ട്. അതിന് 4 മൂലക്കലായിട്ട് 4 വേസ്റ്റ് ടാങ്കുകളാട്ടോ. സെപ്റ്റി ടാങ്ക്, വേസ്റ്റ് വെള്ളം എല്ലാം കൂടി വരുന്ന ഇത് ഏകദേശം ഒരു 90 വീടുകൾക്കുള്ളതാണെന്നൊക്കെ കേട്ടുട്ടോ. അത്രയും വലിയ ടാങ്കാട്ടോ. 10 അടി തന്നെ ഹൈറ്റുണ്ടോ. ആ ഹൈറ്റിൽ ഇത് സംഭവം ഫിൽട്രേഷൻ നടത്തിക്കൊണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളം മാത്രം അതിനും ഫിൽട്ടറായിട്ട് കൊണ്ട് പിന്നെ ഒരു ബോണ്ടായിട്ട് അവർ തിരിച്ചിട്ട് വെള്ളം ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് പുറത്തേക്ക് പോകാത്ത തോതിൽ കുടിക്കുന്ന രൂപത്തിലാണ് സംഭവം സെറ്റപ്പ് ആക്കിയത് കേട്ടോ. അടിപൊളി. ഏതായാലും വീട്ടുകാർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത തോതിൽ കൈകാര്യം. അടിപൊളി പരിപാടി കേട്ടോ. വേസ്റ്റ് ടാങ്ക് കഴിഞ്ഞപ്പോൾ മെയിൻ ഹോളുണ്ട്. ആ ഡ്രെയിനേജിൽ കൂടി പൈപ്പ് പോകുന്നത് അതിനൊക്കെ ഇനിയിപ്പോൾ ജോലിക്കാരൊക്കെ ഉഷാറായിട്ട് ഫുൾ ടൈം ഇവിടെ ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇത് ബ്ലോക്കൊക്കെ കുടുങ്ങിയാലേ ഇതുപോലുള്ള ഡ്രെയിനേജിൽ കൂടി കേട്ടോ പൈപ്പുകളൊക്കെ വരുന്നത്. അതുകൂടാതെ നമ്മളെ കറണ്ട് ലൈനുകളും ഒക്കെ കറണ്ട് ലൈൻ പോകാൻ തുടങ്ങിയല്ലോ അല്ലേ. കറണ്ട് ലൈനുകളൊക്കെ ഓരോ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പൈപ്പ് ലൈനുകളൊക്കെ ഓരോ വീടുകളിലൊക്കെ ഡ്രെയിനേജിലേക്ക് പൈപ്പുകൾ വന്നിട്ട് വലിയ പൈപ്പ് കൂടി മൊത്തത്തിൽ പോകുന്ന സിസ്റ്റം. അടിപൊളി സെറ്റപ്പ് പരിപാടി കേട്ടോ. ഏതായാലും ഇവിടെ വന്നിട്ട് അതിശയമായിട്ട് തോന്നിയതേ ഇത് കാണാൻ വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബസ് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് വേറെ ടീമാണ്. ഞാൻ നേരത്തെ കാണിച്ച ടീം. ഇത് വേറെ ടീം. ആ വീടിൻ്റെ കാണുന്ന വർക്ക് എന്നോ കഴിഞ്ഞതാണ്. സ്റ്റാർട്ടിങ്ങിൽ ഒരു മോഡൽ അവർ വർക്ക് തീർത്തതിന് ഫസ്റ്റിൽ തന്നെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രെയിനേജിൽ ഇതാ വെള്ളം നിൽക്കുന്നത്. അവിടെ വണ്ടികൾ പോകാൻ വേണ്ടിയിട്ടേ മണ്ണ് താൽക്കാലികമായി മണ്ണിട്ടാവും. ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ അവിടെ കഴിഞ്ഞതാണ്. അവിടെ പ്ലംബിങ് ജോലികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പ്ലംബിങ് ജോലികൾ നമ്മളെ തമിഴ്നാട് ചങ്കുകളാണ്. നിങ്ങളെവിടെ നാട്? തമിഴ്നാട് എവിടെ? എங்கே? തിരുവണ്ണാമലൈ. ഓക്കെ, അതൊക്കെ നമുക്ക് നല്ല തെറിയും. തിരുവണ്ണാമലൈ, മധുരൈ, പൊള്ളാച്ചി എല്ലാമേ തെറിയും. ഇവിടെ താമസം ഇങ്ങതാ ഊരാളുകളുടെ വർക്കാണ് നിങ്ങൾ? ഊരാളുകളുടെ കമ്പനി ജോലി ചെയ്യുന്നവരാ? പ്രൈവറ്റ്. എക്സ്ട്രാ വർക്കല്ലേ? ഓക്കെ. ഓൺലി പ്ലംബിങ്. ഓക്കെ.
അങ്ങനെ ഇവർ ഈ വർക്കുകളൊക്കെ സബ് കൊടുത്തത് കൊണ്ട് കേട്ടോ കുറേയൊക്കെ പ്ലംബിങ് വയറിങ് അതുപോലെ എല്ലാവർക്ക് ഇവരുടെ ജോലിക്കാരെ വെച്ച് മാത്രം ഇവർക്ക് വർക്ക് തീർക്കാൻ കഴിയില്ലാന്ന്. 178 വീട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ ഏതെങ്കിലും കുറച്ച് ആളുകൾക്ക് നമുക്ക് വിട്ടുകൊടുത്താൽ സംഭവം പെട്ടെന്ന് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് വർക്ക് തീർന്നത്. ഇത് വർക്ക് തുടങ്ങാൻ നേരം വയ്യതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം സ്ഥലം എടുക്കുന്നതിലുള്ള ചെറിയ പ്രശ്നങ്ങൾ, അത് കോടതിയിലൊക്കെ എന്തൊക്കെ പ്രശ്നമൊക്കെ ആയില്ല, അങ്ങനെയൊക്കെ ആട്ടോ നേരം വയ്യത്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം വർക്ക് ഇതുപോലുള്ള എഞ്ചിനീയർമാരുടെ അതികഠോരമായ പ്രയത്നം കാരണം വർക്ക് ഇത്ര പെട്ടെന്ന് തീർന്നില്ല. അടിപൊളി. നമ്മളെ എഞ്ചിനീയർമാരൊന്നും വീഡിയോയിൽ ആരും വരില്ല, അതൊക്കെ കമ്പനീൻ്റെ ഓർഡറായിരിക്കും. അപ്പോൾ ഇല്ല അവരൊക്കെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അല്ല ഈ വീട്ടിൽ ടൈൽസിൻ്റെ ജോലി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു മാസത്തിൻ്റെ മുകളിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. ഏതായാലും നമ്മൾ അടുത്ത മഴക്കാലത്തിന് മുമ്പ് അവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് ഇങ്ങോട്ട് എത്തിച്ചാൽ മതിയായിരുന്നു. 178 വീട് അടിപൊളി. ഏതായാലും ഉദ്ഘാടനത്തിൻ്റെ സമയത്തും അതിന് മുമ്പായിട്ടും ഞാൻ വീണ്ടും ഇവിടെ വീഡിയോ എടുക്കാൻ വരുന്നതായിരിക്കും കേട്ടോ. അവിടെ ഗേറ്റിൻ്റെ ജോലികൾ, ബൗണ്ടറി, ഇതിൻ്റെ പുറത്തേക്ക് ഡ്രെയിനേജിലേക്ക് പോകേണ്ട ഒഴിവുകളൊക്കെ ആണ്. അതുപോലെ ഇവിടെ ഗേറ്റിൻ്റെ പില്ലറുകൾ, ഒരു കാറൊക്കെ കയറൂലേ. എത്ര ഫുട്ടോ? 8 ഫുട്ടോ? 8 ഫുട്ടാ ഗ്യാപ്പ്? മീറ്റർ എത്ര? 3 മീറ്റർ. അപ്പോൾ 10 അടി. ഓക്കെ. 10 അടി ഉണ്ട് കേട്ടോ. അപ്പോൾ കാറൊക്കെ ഉഷാറായിട്ട് കയറും. 2 പില്ലർ തമ്മിൽ 10 അടി അകലുണ്ട്. ഒക്കെ ഇവരുടെ ആ ബോക്സൊക്കെ ഉണ്ട്, സ്പെഷ്യൽ സാമാനങ്ങളാണല്ലോ. ഫൈബറിൻ്റെ ഷീറ്റാട്ടോ, അടിപൊളി. ഇവിടെ കറണ്ട് ജോലികളൊക്കെ, മെയിൻ സ്വിച്ചിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ എന്തിൻ്റെ ജോലിയാ? നിങ്ങളെന്താ ജോലി? സോളാറിൻ്റെ വർക്കാ? അത് ശരി, സോളാറിൻ്റെ വർക്ക്. അതിൻ്റെ സോളാറിൻ്റെ വർക്ക് വേറെ നടക്കും. ഓരോ വീട്ടിലും സോളാറുണ്ടോ? എത്ര? എല്ലാ വീടിനും ഉണ്ടാവും അല്ലേ? അത് ശരി, എല്ലാ വീടിനും സോളാർ വരെ ഉണ്ട് കേട്ടോ. അടിപൊളി, സൂപ്പർ. എന്തായാലും മുണ്ടക്കൈ ചൂരൽമല നിവാസി. നിങ്ങൾ എവിടെയുള്ള? ഞങ്ങൾ പനമരം. നിങ്ങൾ ഈ ഒരാളുങ്ങളുടെ ജോലിക്കാരനാ അല്ലേ? നിങ്ങളെ പോലെ ഇതൊക്കെ ഉണ്ട്, കോട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ കാഴ്ചകൾ കേട്ടോ. നമുക്ക് ഇതിൻ്റെ കാലുണ്ടോ? നിങ്ങൾ ചെരുപ്പുണ്ടോ? ഇതിലെ നടന്ന അടയാളാ. അപ്പം ഇതൊക്കെ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഷാറായില്ല. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വരാൻ പറ്റില്ലോ. ലാസ്റ്റ് ഫൈനൽ വീഡിയോ വീഡിയോ വന്നിട്ട് കറക്കണ്ടല്ലോ അവിടെ. ഓക്കെ, എല്ലാവരും ഉണ്ട്. ഈ നാളെ എല്ലാവരും ഉണ്ടാവും, മറ്റന്നാൾ അതിലേറെ ആളുകളുണ്ടാവും. ഏതായാലും നാളെ മറ്റന്നാളൊന്നും ഞാൻ ഉണ്ടാവില്ല. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ. ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.